തമിഴ് സിനിമാ ലോകത്തെ മാത്രമല്ല ആഗോള ബോക്സ് ഓഫീസിനെ തന്നെ ഒന്നടങ്കം ഇളക്കിമറിച്ചുകൊണ്ട് ദളപതി വിജയുടെ അവസാന ചിത്രം ജനനായകൻ ചരിത്രക്കുറിപ്പ് തുടരുകയാണ്. സിനിമ റിലീസ് ചെയ്ത് കേവലം 12 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ 300 കോടി രൂപ എന്ന സ്വപ്ന നേട്ടം മറികടന്നിരിക്കുകയാണ് ഈ മാസ് പൊളിറ്റിക്കൽ എന്റർടൈനർ. സിനിമാഭിനയം അവസാനിപ്പിച്ച് പൂർണ്ണസമയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന വിജയുടെ അവസാന ബിഗ് സ്ക്രീൻ ചിത്രമെന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രേമികളും ആരാധകരും വലിയ ആവേശത്തോടെയാണ് ഈ ചിത്രത്തെ വരവേൽക്കുന്നത്. ബോക്സ് ഓഫീസിലെ സകല റെക്കോർഡുകളും തകർത്തുകൊണ്ടാണ് ചിത്രത്തിന്റെ മുന്നേറ്റം. പ്രമുഖ ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ സാക്നിൽക്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം റിലീസ് ചെയ്ത 12 ദിവസം കൊണ്ട് ആഗോളതലത്തിൽ 301.35 കോടി രൂപയാണ് ചിത്രം ഗ്രോസ് കളക്ഷനായി നേടിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 209.35 കോടി രൂപയുടെ ഗ്രോസ് കളക്ഷനാണ് ചിത്രം സ്വന്തമാക്കിയത്. ഇതിൽ ഇന്ത്യയിലെ നെറ്റ് കളക്ഷൻ മാത്രം 179.45 കോടിയോളം വരും. വിദേശ വിപണികളിലും ദളപതി തരംഗം തന്നെയാണ് അലയടിക്കുന്നത്. 12 ദിവസം കൊണ്ട് ഈ നേട്ടത്തിലെത്താൻ കഴിഞ്ഞത് തമിഴ് സിനിമയെ സംബന്ധിച്ച് വമ്പൻ നേട്ടമാണ്. തമിഴ്നാട് കഴിഞ്ഞാൽ വിജയ്ക്ക് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കേരളത്തിലും ജനനായകൻ ചരിത്രം കുറിക്കുകയാണ്. 2026 കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ നേടിയ തമിഴ് ചിത്രമായ ജനനായകൻ മാറിക്കഴിഞ്ഞു. ഈ വർഷം റിലീസ് ചെയ്ത മികച്ച കളക്ഷൻ നേടിയ ബ്ലാസ്റ്റ്, കറുപ്പ് എന്നീ ബിഗ് ബജറ്റ് തമിഴ് ചിത്രങ്ങളുടെ കേരളത്തിലെ കളക്ഷൻ റെക്കോർഡുകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് വിജയ് ചിത്രം 1ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയത്. എല്ലാ പ്രായത്തിലുമുള്ള പ്രേക്ഷകരെ ഒരേപോലെ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കേരളത്തിലുടനീളം കാണാൻ സാധിക്കുന്നത്. ഈ വമ്പൻ വിജയത്തിന് മാറ്റുകൂട്ടുന്ന മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. സിനിമ റിലീസ് ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിന്റെ ചില രംഗങ്ങൾ ഓൺലൈനിൽ ലീക്കായിരുന്നു. സാധാരണയായി വ്യാജ പതിപ്പുകളോ ദൃശ്യങ്ങളോ പുറത്തു വന്നാൽ സിനിമയുടെ കളക്ഷനെ അത് പ്രതികൂലമായി ബാധിക്കാറുണ്ട്. എന്നാൽ ജനനായകന്റെ കാര്യത്തിൽ അതൊന്നും ബാധിച്ചില്ല എന്ന് മാത്രമല്ല, ആരാധകരുടെ ആവേശം ഇരട്ടിയാകുകയാണ് ചെയ്തത്. തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ അവസാനമായി ബിഗ് സ്ക്രീനിൽ കാണാൻ കുടുംബസമേതമാണ് ആളുകൾ എത്തുന്നത്. പ്രത്യേകിച്ച് സ്ക്രീനിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് എന്ന ടൈറ്റിൽ കാർഡ് പ്രത്യക്ഷപ്പെടുന്ന നിമിഷം തിയേറ്ററുകൾ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിയുകയായിരുന്നു. മാസ് ഡയലോഗുകളും ഗാനങ്ങൾക്കും വൻ കയ്യടിയാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത്. വിനോദ് സംവിധാനം ചെയ്ത ഈ ചിത്രം എല്ലാ വിഭാഗം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. വിജയ്ക്കൊപ്പം വൻപൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരന്നിരിക്കുന്നത്. ബോളിവുഡ് താരം ബോബി ഡിയോൺ, പൂജ ഹെഗ്ഡെ, മലയാളി താരം മമിത ബൈജു, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട് കെ നാരായണയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സത്യൻ സൂര്യന്റെ ഛായാഗ്രഹണവും അനിൽ അരശിന്റെ ആക്ഷൻ രംഗങ്ങളും ശേഖർ സുധൻ എന്നിവരുടെ കൊറിയോഗ്രാഫിയും ചിത്രത്തിന് വലിയ കരുത്ത് പകർന്നു. അറിവിന്റെ വരികളും പല്ലവി സിംഗിന്റെ കോസ്റ്റ്യൂം ഡിസൈനും സിനിമയുടെ മാറ്റുകൂട്ടി. സിനിമയോടും ആരാധകരോടുമുള്ള തന്റെ കടപ്പാട് അവസാനിപ്പിച്ച് ജനസേവനത്തിനായി രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായി ഇറങ്ങുന്ന വിജയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ യാത്രയപ്പാണ് ജനനായകൻ ലഭിക്കുന്ന ഈ ചരിത്ര വിജയം. വരും ദിവസങ്ങളിൽ ചിത്രം ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകൾ കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിങ്ങൾ ജനനായകൻ തിയേറ്ററിൽ കണ്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിജയുടെ ഈ അവസാന ചിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മകളും താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. കൂടുതൽ സിനിമ എന്റർടൈൻമെന്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.